ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ എഡിറ്റ് മെനുവിലുള്ള കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ്. നിങ്ങളിവിടെ എഡിറ്റ് മെനുവിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിന് ഷോർട്ട് കീ ആയിട്ട് വരുന്ന ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ കെ ആണ്. അപ്പം എന്താണ് കീബോർഡ് ഷോർട്ട് കട്ട്സ് നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോഷോപ്പിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എളുപ്പത്തിന് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യാനായിട്ട് കൺട്രോൾ എസ് ആണ് പ്രസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ എൻ ആണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നിട്ടുള്ള ഷോർട്ട് കീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഡീഫോൾട്ടായിട്ട് തന്നിട്ടുള്ള ഒരു ഷോർട്ട് കീസിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഒപ്പം ഇതിനകത്ത് ഷോർട്ട് കീസുകൾ വരാത്ത ഓപ്ഷനുകൾക്ക് നമുക്ക് ഷോർട്ട് കീസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതുപോലെ ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കീസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ എഡിറ്റ് മെനുവിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കീബോർഡ് ഷോർട്ട് കട്ട്സിൻ്റെ മെനു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട്സ് 4 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മെനൂസ്, പാനൽ മെനൂസ്, ടൂൾസ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ഈ ഒരു പാനൽ മെനൂസിൻ്റെ ഷോർട്ട് കീസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ടൂൾസിൻ്റെ ഷോർട്ട് കീസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഓരോ ടൂൾസിൻ്റെ, അതായത് മൂവ് ടൂൾ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ടൂളാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു ടൂളിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന വി ആണ്. ഇതെല്ലാം നമുക്ക് ഫോട്ടോഷോപ്പ് ഡീഫോൾട്ടായിട്ട് തരുന്ന ഷോർട്ട് കീസാണ്. അതുപോലെ തന്നെ ഓരോ ടൂൾസിനും വരുന്ന ഷോർട്ട് കീസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതെല്ലാം ഡീഫോൾട്ടായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് വരുന്ന ഷോർട്ട് കട്ടുകളാണ്. ഈ ഒരു ഷോർട്ട് കട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മൂവ് ടൂളിനകത്ത് സെലക്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ഷോർട്ട് കട്ടല്ല നമുക്ക് വേണ്ടത്, മറ്റേതെങ്കിലും ഒരു ലെറ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് സി പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് നമ്മൾ ഈ ഒരു സി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഓൾറെഡി തന്നെ ക്രോപ്പ് ടൂളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെറ്റർ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു ക്രോപ്പ് ടൂളിലും ഈ ഒരു മൂവ് ടൂളിലും ഇതേ ഷോർട്ട് കട്ട് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് ഗോ ടു കോൺഫ്ലിക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡു ചേഞ്ചസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പഴയ ഷോർട്ട് കട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ഷോർട്ട് കട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതും ഓൾറെഡി തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ലെറ്ററാണ്. നമുക്ക് മറ്റേതെങ്കിലും ലെറ്റർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കെ മറ്റൊന്നിനും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ് ടൂളിൽ കെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ അക്സെപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഞാനിവിടെ മറ്റൊരു ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൂവ് ടൂളിൽ പോയി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ടായിട്ട് കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂവ് ടൂൾ സെലക്ട് ആവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടൂൾസിനകത്ത് വരുന്ന ആ ഒരു ഷോർട്ട് കട്ടിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടുന്ന് ആപ്ലിക്കേഷൻ മെനൂസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു മെയിൻ മെനൂസാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ ഈ ഒരു ഫയൽ മെനു ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫയൽ മെനുവിനകത്ത് നിങ്ങൾ കാണുന്ന എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിനെല്ലാം കൊടുത്തിട്ടുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഇവിടുന്ന് അടുത്ത മെനു സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡ് കാണാം. ഈ ഒരു മോഡിനകത്ത് നമ്മുടെ കളർ മോഡുകളെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് RGB, CMYK, ഗ്രേ സ്കെയിലൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു മോഡുകൾക്കൊന്നും ഇവിടെ ഷോർട്ട് കട്ടുകൾ കൊടുത്തിട്ടില്ല. ഈ ഒരു CMYK കളർ മോഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒന്നാണ്. അതായത് ഞാൻ ഇമേജുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്കത് CMYKയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് എനിക്കൊരു ഷോർട്ട് കട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഷിഫ്റ്റ് കൺട്രോൾ ഡോട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കീബോർഡിനകത്തുള്ള ഡോട്ട് കീ ആണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഷിഫ്റ്റ് കൺട്രോൾ പ്ലസ് ഡോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഡോക്യുമെൻറ്റ് മാത്രമല്ല, നമ്മളൊരു ഇമേജൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കളർ മോഡ് കാണാവുന്നതാണ്. മിക്ക ഇമേജുകളും RGB മോഡിലായിരിക്കും ഓപ്പൺ ആവുക. ഇനി എനിക്കൊരു ഡോക്യുമെൻറ്റ് CMYK കളർ മോഡിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇമേജിൽ പോകേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് നമ്മൾ ഇമേജിൽ മോഡിൽ പോയതിന് ശേഷം CMYK സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഷിഫ്റ്റ് കൺട്രോൾ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് കട്ട് പ്രസ് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം CMYK കളർ മോഡിനകത്തേക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോർട്ട് കട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ വർക്കുകൾ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീഫോൾട്ടായിട്ട് ഫോട്ടോഷോപ്പ് തന്നിട്ടുള്ള ഷോർട്ട് കട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഷോർട്ട് കട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു ഓപ്ഷന് പുതിയതായിട്ടൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കളും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.